കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, മക്കൾ എല്ലാവരും നിങ്ങൾ LSS എക്സാം, ശരിക്കും LSS എക്സാം എന്നുള്ള പേര് അങ്ങനെ മാറിയിട്ടുണ്ട് അല്ലെ. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഒരുപാട് ക്വസ്റ്റ്യൻസുകളെ ഇവിടെ നിന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ, അങ്ങനെ കണ്ടുപിടിച്ച് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ടായിരിക്കും. സോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെയിൻ എക്സാമിനാണെങ്കിലും LSS എക്സാം തന്നെ പറയട്ടെ കേട്ടോ. അപ്പൊ നിങ്ങളെ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലുമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇത് ഇങ്ങനെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇനി വന്നുകൊണ്ടിരിക്കും. സോ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ തന്നെ മക്കൾ കാണണം. കാണുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യട്ടെ, സ്കോളർഷിപ്പ് എക്സാം പാസ്സാവാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മാത്സിൽ എല്ലാവർക്കും കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ് അല്ലേ. അപ്പൊ മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും, രണ്ടാമത്തെ ചോദ്യം നിങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ LSS എക്സാമിന് നിങ്ങൾ അധികവും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ശ്രേണികൾ അല്ലെങ്കിൽ സീരീസ്. സോ സീരീസും ശ്രേണികളും പോലെ തന്നെ നമുക്ക് ടേബിളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കളത്തിന്റെ ഉള്ളിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അവിടെ എന്ത് ചെയ്യും, കുറച്ച് കളങ്ങൾ മിസ് ചെയ്തിട്ട് വെക്കും അല്ലെ. നമ്പർ അവിടെ മിസ്സിംഗ് ആണ്. സോ മിസ്സിംഗ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ വരും, നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അതിനെ ആൻസർ ചെയ്യാൻ. റെഡി? അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. അപ്പോൾ നോക്കുമ്പോൾ എന്താ, 2 ടേബിളില് നമ്പേഴ്സുകൾ ഉണ്ട്, ലാസ്റ്റിലേക്കുള്ള 2 ടേബിളില് നമ്പേഴ്സുകൾ ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടെക്നിക് ഉണ്ടോ? അപ്പൊ എന്റെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, തന്നിരിക്കുന്ന 2 നമ്പേഴ്സുകളിലും എന്തെങ്കിലും ബന്ധമുണ്ടോ, റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. വേണ്ടേ? ആ റിലേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ മുകളിലുള്ള നമ്പറും താഴത്തെ നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചാലോ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ഞാനിത് എന്ത് ചെയ്യാണ്, വലിയ നമ്പർ ആയിട്ടുള്ള 4700 നിന്ന് 3450 മൈനസ് ചെയ്ത് നോക്കുകയാണ്. അവർ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, 0, 5, 2, 1 അല്ലെ, 1250 എന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എന്താ, മുകളിലുള്ള നമ്പറിനോട് 1250 കൂട്ടിയാലാണ് താഴത്തെ നമ്പർ കിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിലും എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. 4100 നിന്ന് 2850 മൈനസ് ചെയ്ത് നോക്കിക്കേ. 0, 5, 10 നിന്ന് 8 പോയാൽ 2, ബാക്കി 1 അല്ലെ. 1250 തന്നെ നമുക്ക് അവിടെയും എന്ത് കിട്ടി, റിലേഷൻ കിട്ടി. എന്ന് വെച്ചാൽ എന്താടാ, മുകളിലുള്ള 2850നോട് 1250 കൂട്ടിയാലാണ് 4100 കിട്ടുള്ളൂ. ഇതാണ് റിലേഷൻ, ബന്ധം. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് കോളത്തിലും ഇതേ മെത്തേഡ് യൂസ് ചെയ്യാം. സോ മുകളിലുള്ള നമ്പർ ആയിട്ടുള്ള 4650നോട് എത്ര ആഡ് ചെയ്താൽ താഴത്തെ നമ്പർ കിട്ടും, 1250 ആഡ് ചെയ്താൽ കിട്ടും. സോ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ കൂടെ തന്നെ ആഡ് ചെയ്തോളൂ കേട്ടോ. 1250 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. 4650നോട് 1250 ആഡ് ചെയ്ത് നോക്കട്ടെ. കൂട്ടാം അല്ലേ. 0, 10ന്റെ 0, ബാക്കി 1, 9, 5, 5900, 5900 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത നമ്പറും കൂടെ കണ്ടുപിടിക്കാം. സോ അടുത്തത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, വീണ്ടും 1250 ഞാൻ കൂട്ടി നോക്കണം. കൂട്ടി നോക്കാം. യെസ്, എത്ര കിട്ടും, 5175നോട് 1250 ആഡ് ചെയ്യുന്നു. 5, 12ന്റെ 2, ബാക്കി 1, 4, 6, 6425 അല്ലെങ്കിൽ 6425 എന്ന് കിട്ടി. സോ ഈ 2 നമ്പറും ഉള്ള ഓപ്ഷൻ ആണ് ഇനി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലെ. ഈ 2 നമ്പറുള്ള ഓപ്ഷൻ ആരായിട്ടാ വരിക, ഓപ്ഷൻ സി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക. 5900ഉം 6425ഉം നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇതുപോലൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നുണ്ടാവുക. ഇവിടെ 2 കളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. സോ ആ 2 നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ കളങ്ങൾ തമ്മിൽ, സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കണം. അപ്പൊ റിലേഷൻ നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, താഴത്തെ 2 നമ്പേഴ്സിന്റെ എന്തോ ഒരു ബന്ധമാണ് മുകളിലുള്ള ഈ നമ്പർ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്നെ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ താഴത്തെ ഈ 2 നമ്പേഴ്സും എന്ത് ചെയ്യാം, ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. അപ്പൊ ഈ മുകളിലുള്ള നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദേ അടുത്ത കളം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. താഴത്തെ 2 നമ്പേഴ്സുകൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് നോക്കിയാൽ മതി. സോ ഇതുപോലെ ഓരോ നമ്പേഴ്സിന്റെയും റിലേഷൻ എന്താണോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. സ്വന്തമായിട്ട് കണ്ടെത്താം, സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താ, നമ്മൾ ആലോചിച്ചാൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടും.
താഴത്തെ 2 നമ്പേഴ്സുകളും കുഞ്ഞു നമ്പറാണ്. മുകളിലുള്ളത് അതിനേക്കാൾ വലുതാണെങ്കിൽ ഉറപ്പിക്കാം അഡിഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അല്ല കുറവാണെങ്കിലോ സബ്സ്ട്രാക്ഷൻ മൈനസ് ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ബാക്കിയുള്ള 2 നമ്പേഴ്സ് ആരാണെന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ചുമ്മാ എനിക്ക് ഓപ്ഷൻ ഇതാണെന്ന് പറയാതെ എൻ്റെ മക്കളെ ചെയ്ത് നോക്കി കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഉത്തരവും കൂട്ടത്തിൽ അതിൻ്റെ ഓപ്ഷനും കമൻറ്റ് ബോക്സിൽ പറയാം. സോ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻസുകളും എൻ്റെ മക്കൾക്ക് വേണ്ടേ, നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും എക്സാമിന്. ഉറപ്പായിട്ടും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്കോളർഷിപ്പ് എക്സാം മേടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു ചോദ്യമായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അതുവരെ ബൈ ബൈ, സീ യു.